ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽത്തിയായ, ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന, നമ്മുടെ വീട്ടിലുള്ള ഒരു ഐറ്റം വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്കൊരു പപ്പായ മതി, നമുക്ക് നല്ല അടിപൊളി ഒഴിച്ചു കൂട്ടാൻ തയ്യാറാക്കാം. അത് മാത്രമല്ല, അത് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, വളരെയധികം ടേസ്റ്റും ഉള്ളതാണ് കേട്ടോ. എന്നാൽ അധികം ഒരുപാട് പണി ചെയ്യാതെ ചെയ്യാൻ പറ്റാവുന്ന വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പം നമ്മൾ അതിന് ആവശ്യത്തിനുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നാളികേരം ചേർത്താണ് ചെയ്യുന്നത്. നമുക്ക് നാളികേരം ചേർത്ത് ചെയ്യുന്ന നാളികേരം എടുക്കുന്നതിനനുസരിച്ച് പരിപ്പിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നാളികേരം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ പരിപ്പിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാം. അതേസമയം നാളികേരം കുറവ് എടുക്കണമെന്ന് വെച്ചാൽ പരിപ്പിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി. നമ്മൾ ഒരു മൂടി ഒന്നര മൂടി പരിപ്പാണ് എടുത്തത്. അതിലേക്ക് നമ്മൾ ഒരു പപ്പക്കായ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതെടുത്തു. അതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂണ് മുളക് പൊടി എടുത്തു. നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂണ് നമ്മളൊരു ഉപ്പും പൊടി എടുത്തിട്ടുണ്ട്. അത് കഷ്ണത്തിലൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇടുന്നത്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പിടാം, അല്ലെങ്കിൽ നമുക്കത് കറി വെവണ ശേഷം നമുക്ക് വിസിൽ വരുന്ന ശേഷം വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ട് ഇടുന്നത്, ഒരു പകുതി ഭാഗം നമ്മൾ ഉപ്പ് ഇടുന്നത് ഇപ്പോൾ നല്ലതാണ്. എന്താ വെച്ചാൽ കഷ്ണത്തിൽ കുറച്ച് ഉപ്പ് പിടിക്കും, അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് വേവിക്കാൻ വയ്ക്കുക, കുക്കർ വേവിക്കാൻ വയ്ക്കുക. കുക്കർ നിങ്ങളുടെ വിസിൽ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ 3 വിസിലുകൊണ്ട് വേവണ കുക്കറുണ്ട്, അതുപോലെ 2 വിസിലുകൊണ്ട് വേവണ കുക്കറുണ്ട്. അപ്പോൾ നമ്മുടെ വിസിൽ 2 വിസിലുകൊണ്ട് വേവണ കുക്കറിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. 2 ടൈപ്പ് കുക്കർ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ളത് പ്രസ്റ്റീജും പിജിയനാണ് കേട്ടോ. അപ്പം അതിൽ 2 വിസിൽ വരുത്താൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനൊപ്പം നമ്മൾ ചെറിയ ഒരു ഗ്ലാസ് ലൈറ്റ് ഹോട്ട് വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കണം. ഒരു നേരിയ രീതിയിൽ പുളി ഇതിനകത്ത് ടേസ്റ്റാണ് കറിക്ക്. അധികം പുളി അത്ര ടേസ്റ്റ് അല്ല, വളരെ നേരിയ രീതിയിൽ പുളി മതി. പക്ഷേ നമുക്ക് പെട്ടെന്ന് നന്നായി പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സൂത്രപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ ലൈറ്റ് ഹോട്ട് വാട്ടർ, നമുക്ക് കൈയൊക്കെ ഇടുമ്പോൾ നമുക്ക് പറ്റാവുന്ന അത്ര ചൂടുവെള്ളം, അങ്ങനത്തെ ഒരു ചൂടുവെള്ളത്തിൽ നമ്മൾ ചെറിയൊരു കഷ്ണം പുളി ഇട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മളത് പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ നാളികേരം ഈ കറിയിൽ നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരയണം. അത് നല്ല സോഫ്റ്റായ രീതിയിൽ അരഞ്ഞു കിട്ടണം കേട്ടോ. അതിനുശേഷം പുളി ഒഴിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വിസിൽ വരുത്തിയ ശേഷം നമ്മൾ പുളി ഒഴിക്കണം. പുളി ഒഴിച്ച ശേഷം ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. തിളച്ച ശേഷം നമ്മൾ നാളികേരം അരച്ചത് അതിലേക്ക് ചേർത്ത് ഇളക്കുക. അപ്പോൾ നമ്മൾ തള വരണ്ട, അതായത് നാളികേരം ചേർത്ത ശേഷം ഇത് നമുക്ക് നന്നായി തിളയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് തള വന്നു തുടങ്ങുമ്പോൾ അത് ഓഫ് ചെയ്തിടുക. അപ്പം നമ്മൾ നല്ലോണം അതിനകത്ത് നാളികേരം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയുന്നതാണ് കേട്ടോ ഫീൽ ചെയ്തേക്കണത്. അപ്പം ചെറുതായിട്ടൊന്ന് തള വന്നു തുടങ്ങിയാൽ നമ്മളത് കറി ഓഫ് ചെയ്ത് വയ്ക്കാം. എന്ന ശേഷം നമ്മുടെ പാൻ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, അതൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ പുളി ഒഴിക്കുന്ന കറികളിലൊക്കെ നമുക്ക് അടുത്തൊരു ടിപ്പാണ് കേട്ടോ പറയുന്നത്. പുളി ഒഴിക്കുന്ന കറികളിലൊക്കെ നമുക്ക് ഒരു 4 മണി, ഒരു 5-8 മണി ഉലുവ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു 5-6 മണി ഉലുവ ഇട്ടിട്ടുണ്ട്. കടുക് ഇടുന്നതിനനുസരിച്ച് കടുക് കുറച്ച് കൂടുതൽ ഇട്ടാൽ കറിക്ക് ടേസ്റ്റാണ് കേട്ടോ വറുത്തുള്ള കറികളിൽ. നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ചട്ടി ആയതുകൊണ്ട് പറഞ്ഞ് നമ്മൾ ധൃതി പിടിച്ചത് വേഗം ചെയ്തപ്പോൾ എന്താ പറയുക, വെളിച്ചെണ്ണ ചൂടായി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ കടുക് കിട്ടും. അത് അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ പാൻ ചൂടായ ശേഷം കടുക് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ആവും കേട്ടോ. അപ്പം ടേസ്റ്റും കൂടും. പക്ഷെ നമ്മളിത് ചെയ്തതിൽ ഒരു മിസ്സിങ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുതായിട്ട് ഇങ്ങനെ കുമിളകൾ വന്നു തുടങ്ങിയപ്പോൾ നമുക്ക് വിചാരിച്ചു നന്നായി വെളിച്ചെണ്ണ ചൂടായിരുന്നു. പക്ഷേ ആയി ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം കടുക് പൊട്ടാൻ ഇത്തിരി സമയം പിടിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു 3-4 വറ്റൽമുളക് അതിലേക്കിടാൻ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. വറ്റൽമുളക് ഇങ്ങനെ കേടാവാതിരിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറയാം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിനകത്ത് ബോട്ടിലായിട്ട് അടച്ച് വെച്ചാൽ മതി. എയർ കയറാത്ത ഒരു ബോട്ടിലായിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ കാലം സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉൾഭാഗം മുഴുവൻ കേട് വരും കേട്ടോ. ഈ മുഴുവൻ ചുവന്നമുളക്, വറ്റൽമുളക്, അതിൻ്റെ കാര്യമാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് വേണ്ട ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടാൽ വറുത്തിടുമ്പോൾ അപ്പോൾ അതൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇൻഡാലിയത്തിൽ ചട്ടിയാകുമ്പോൾ ഒരുപാട് സമയം നമുക്കൊരു ചൂട് നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കും. കൂടുതൽ സമയം ചൂട് നിൽക്കേണ്ട ഫാമിലിയാണെന്ന് വെച്ചാൽ കുറച്ച് സമയം വൈകിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ചട്ടി ഉപയോഗിച്ച് നോക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റിങ് ഹെൽത്തി ആയ കടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.